ഓരോ വചനം വായിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ പ്രകാശം നിറയും. വചനം വായിക്കുമ്പോൾ അങ്ങനെയാണ്, കർത്താവെ അങ്ങയുടെ വചനത്തിൻ്റെ ചുരുൾ അഴിയുമ്പോൾ പ്രകാശം പരക്കും. നമ്മുടെ ബോധമണ്ഡലത്തിൽ ഒരു വെളിച്ചം ഉണ്ടാവും. നമുക്ക് കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ടാവും. നമ്മുടെ ശരീരത്തിന് കുറച്ചുകൂടെ ഉണർവുണ്ടാവും. ദൈവശക്തി നമ്മളിൽ നിറയാൻ തുടങ്ങും. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് അരുളി ചെയ്ത ഈ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ നിങ്ങൾ കഴുകപ്പെട്ടുകൊണ്ടിരിക്കും. വചനം കൊണ്ട് കഴുകപ്പെടും. നിന്റെ വിശ്വാസം ദൈവം പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷിക്കും. കാരണം എന്തെന്നറിയാമോ? എപ്പോഴും കിട്ടും എന്നൊരു തോന്നൽ വന്നാൽ നിന്റെ ആശ്രയം കുറയും. കർത്താവ് എന്ത് സംഭവിച്ചാലും ഇതിൽ ഇടപെട്ടിരിക്കും എന്ന് നീ വിശ്വസിച്ച് നിൽക്കുന്നതിനനുസരിച്ച് നിന്റെ വിശ്വാസം വളരും. എന്തിനാ കർത്താവ് ഇങ്ങനെ? കർത്താവ് ചോദിക്കുന്നതൊക്കെ തന്നാ പോരെ? എന്റെ ഉത്തരം ഇതാണ്. അതായത് നിന്റെ വിശ്വാസം വളരുന്നതിനനുസരിച്ച് നിന്നെ കൊണ്ട് ഈ ഭൂമിയിൽ ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിനക്ക് ചോദിക്കുന്നതെല്ലാം തന്നെ വിട്ടനെ. മനസ്സിലായോ? അതായത് നിന്റെ വിശ്വാസം വളരുന്നതിനനുസരിച്ച് നിന്നെ കൊണ്ട് ഇപ്പൊ ഈ ചോട്ട കാര്യങ്ങളല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ നിന്നെ ഈ മുറ്റത്ത് നിർത്തിയിരിക്കുന്നതിന്റെ കാരണം നീ നിന്ന് ഇത് വാങ്ങിക്കുമ്പോ നാളെ നീ നിന്ന് ലോകത്താരും വാങ്ങിച്ചിട്ടില്ലാത്തത് അവന്റെ ഇത് വാങ്ങിക്കും. മുട്ടുകുത്തുന്നവന് സാഹചര്യങ്ങളെ ചലിപ്പിക്കാൻ പറ്റും. ഈ മുട്ടുകുത്തുന്നതിന്, ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവന് പുറത്തെ സാഹചര്യങ്ങളെ ചലിപ്പിക്കാൻ പറ്റും. മുട്ടേ നിന്നാ മതി. ഇവ അനങ്ങണ്ട, മുട്ടേ നിന്നാ മതി. ഈ മുട്ടേ നിൽക്കുന്നവന്റെ ഇഷ്ടം അനുസരിച്ച് സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങും. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവനെ മുട്ടുകുത്തിക്കാൻ ലോകത്ത് ഒരുവനും ശക്തിയില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവനെ മുട്ടുകുത്തിക്കാൻ മന്ത്രവാദത്തിന് പറ്റില്ല. കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവനെ മുട്ടുകുത്തിക്കാൻ ആഭിചാരത്തിന് പറ്റില്ല, ശത്രുവിന് പറ്റില്ല. അതാണ് ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവന്റെ അഭിഷേകം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ദ്രവ്യാസക്തി വിഗ്രഹാരാധനയാണ്. പണം ഉണ്ടാക്കണം എന്നൊരു ചിന്ത വിശ്വാസിക്ക് വന്നാൽ, പണം വിഗ്രഹമായിട്ട് മാറിയാൽ അത് ഒന്നാം പ്രമാണ ലംഘനമാണ്. ആ വീട്ടിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കില്ല. നിങ്ങൾക്ക് ബെൻസ് കാറ് ആവശ്യമാണ്, നിങ്ങളത് ഉപയോഗിച്ചിരിക്കണം. നിങ്ങൾ മാരുതി 800 വാങ്ങിക്കരുത്. നിങ്ങളുടെ ആവശ്യം ബെൻസ് ആണെങ്കിൽ നിങ്ങൾ ബെൻസിലേ നടക്കാവൂ. നിങ്ങൾ മാരുതി 800 വാങ്ങിക്കരുത്. മാരുതി 800 നിനക്ക് ആവശ്യമുള്ളൂ, നീ ബെൻസ് വാങ്ങിക്കരുത്. ആവശ്യമില്ലാത്തതൊന്നും വാങ്ങിക്കരുത്. കണ്ട് മയങ്ങി ഒന്നും വാങ്ങിക്കരുത്. മോഹിപ്പിക്കുന്ന ഒന്നും വാങ്ങിക്കരുത്. നിനക്ക് ഇതുകൊണ്ട് ആവശ്യമുണ്ടോ? എന്ത് വില കൊടുത്തും വാങ്ങിച്ചോ. നിനക്ക് ആവശ്യമില്ലെങ്കിൽ വാങ്ങരുത്. എന്നിട്ട് പാവപ്പെട്ടവരെ സഹായിക്കണം. ഇത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, ചെറിയ പ്രായത്തിലെ പഠിപ്പിക്കണം. എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കുന്ന രീതി അവസാനിപ്പിക്കണം. ഇപ്പൊ ഇത് വേണ്ട,